മിത്തും യാഥാർത്ഥ്യവും ഒരുപോലെ കൂട്ടിയിണക്കി വായനക്കാരെ ട്വിസ്റ്റുകൾ കൊണ്ട് പിടിച്ചിരുത്തിയ ഒരു ത്രില്ലർ നോവൽ റോബിൻ റോ എഴുതിയിട്ടുള്ള ചുവന്ന കല്ലറ. സത്യം പറഞ്ഞാല് ഇതിന്റെ കവർ പേജും ടൈറ്റിലും തന്നെയാണ് എന്നെ ഈ ബുക്കിലേക്ക് അട്രാക്ട് ചെയ്തത്. സംതിങ് എന്തോ ഉണ്ട് എന്ന് എന്നെ പിടിച്ചിരുത്തത് ഈ കവർ പേജും ടൈറ്റിലും തന്നെയാണ്. ബുക്ക് വായിച്ചു തരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എൻ്റെ സ്റ്റോറീസ് ഹിയർ. നമുക്ക് ഈ എൻ്റെ സ്റ്റോറി ഇതിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് 136 പേജസ് മാത്രമുള്ള ഒരു നോവലാണ്. ഒറ്റയിരുപ്പിയിൽ വായിച്ചു തീർക്കാനൊക്കെ പറ്റും. ഇന്നായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫുൾ ക്യൂരിയോസിറ്റി, നെക്സ്റ്റ് എന്തെന്ന് നമ്മൾ പിടിച്ചിരുന്ന ഒരു നോവൽ തന്നെയാണിത്. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് അങ്ങനെ തന്നെയാണ്. ആൻഡ് ഇനി ഇത് കഥയിലോട്ട് വന്നു കഴിഞ്ഞാല് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മരണപ്പെടുന്നു, അന്വേഷണത്തിനിടയ്ക്ക് മരണപ്പെടുന്നു. ആ കേസ് അന്വേഷിക്കാനായിട്ട് മറ്റൊരു പോലീസുകാരൻ, ഫെലിക്സ് എന്ന് പറഞ്ഞൊരു പോലീസുകാരൻ വരുന്നു. പിന്നീട് കഥ പോകുന്നത് അന്വേഷണത്തിലൂടെയാണ്. പക്ഷെ അന്വേഷണത്തിനിടയിൽ ഇരുട്ടിൽ മറയ്ക്കപ്പെട്ട ചില കല്ലറ രഹസ്യങ്ങളും ചില ദുരാചാരങ്ങളും ഒക്കെയാണ് പുറത്തു വരുന്നത്. വളരെ ക്യൂരിയോസിറ്റിയോടെ ഇരുന്ന് എക്സ്പെക്ടേഷൻ കൊടുക്കാതെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു നോവലാണ് റോബിൻ റോ എഴുതിയിട്ടുള്ള ചുവന്ന കല്ലറ.